ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ നെയ്ക്കാൻ വേണ്ടി നല്ലോണം നേരം വൈകിട്ട് എൻ്റെ കുളി കഴിഞ്ഞു. വരാനും കണക്കുട്ടി കുളിക്കില്ല, കുളിച്ചിട്ട് കുളി കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, മാവൊക്കെ നല്ലോണം സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, അതാണ് എൻ്റെ കോമ്പിനേഷൻ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഇഡ്ഡലി പുറത്ത് വയ്ക്കാം അല്ലേ. എന്നാൽ പിന്നെ വേഗം ഉണ്ടായിക്കോട്ടെ. സാമ്പാർ കഷ്ണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നുമില്ല, അതെപ്പോഴും അങ്ങനെയാണ്. ഇത്തിരി 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 എന്ന് പറയുമ്പോൾ വെണ്ടയ്ക്ക എടുക്കാം. അല്ല, വെണ്ടയ്ക്ക നിങ്ങൾ കഴിക്കൂലേ? വെണ്ടയ്ക്ക, തക്കാളി, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളെ നമുക്ക് സാമ്പാറിൽ കഷ്ണമായിട്ടുള്ളൂ. അത് മതി. ഇവിടെ സാമ്പാറിന്റെ കഷ്ണം ആരും കൂട്ടാത്ത പ്രശ്നമൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കാത്ത പ്രശ്നമല്ല. പൂജ അല്ലേ? പിന്നെന്തായിരുന്നു? പിന്നെ ഒരു സോള സ്കിൻകിരി ഉരുളക്കിഴങ്ങ് വേണോ? വേണ്ട, ഉരുളക്കിഴങ്ങ് വേണ്ട, ഇത് മതി അല്ലേ? ഇത്രയും കഷ്ണങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ നമുക്ക് ആവശ്യം. അപ്പൊ ഇനി ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കണമെല്ലാം വേഗം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കാണാം. നമുക്ക് ഇന്ന് സംസാരിക്കാം അല്ലേ? ഇല്ലെങ്കിൽ വീഡിയോ ലൈഫ് കൂടിപ്പോകും. കുറച്ച് ദിവസമായിട്ടൊരു മടി എന്ന് പറഞ്ഞ സംഭവം വല്ലാതെ പിടികൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ആങ്ങി തൂങ്ങിയിട്ടൊക്കെയാണ് എല്ലാതും ചെയ്യാറ് കേട്ടോ. മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ലൈറ്റായിട്ട് നീറ്റ് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും സമയം കിടത്തേക്കണില്ല. അങ്ങനത്തെ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഈ പീരീഡ് സമയം കഴിഞ്ഞ് പോയാൽ തന്നെ അങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു മെനകെട്ട ദിവസങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവും. പിന്നെ ആ ഒരു ടൈം ടേബിൾ, പഴയ ഒരു ടൈം ടേബിളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ വേഗം അരിഞ്ഞ് വെച്ചിട്ട്, എനിക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിലേക്ക് വേണ്ട. ഉള്ളിയും പരിപ്പും തക്കാളിയും ഉണ്ടെങ്കിൽ തന്നെ സാമ്പാർ, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഉള്ളിയും പരിപ്പുണ്ടെങ്കിലും തക്കാളി ഉണ്ടെങ്കിലും സാമ്പാർ വയ്ക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കഷ്ണങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഇത്തിരി കഷ്ണം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കണതാണ് ഇത്തിരിയും കൂടെ കൂടുതൽ ഇഷ്ടം. പരിപ്പ് ഞാൻ കുറച്ച് അധികം എടുക്കും കേട്ടോ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. മറ്റേ ഇങ്ങനെ ഒരു വെള്ളം പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തു. അതിനകത്തേക്ക് നമ്മുടെ തക്കാളി, പച്ചമുളക്, ഉള്ളി, സവാള അല്ലേ, അതെല്ലാം കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ പാകത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒന്നും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടിയൊക്കെ ചൂടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കുക. സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാം. ഞാൻ ചിലപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന സാമ്പാറെല്ലാം 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുക. സാമ്പാറിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് 2, 3, 4, 5, 6 ഐറ്റത്തോളം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും വയത്തിനും അനുസരിച്ച് വേഗം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിന്ന് വറുത്തരച്ചിട്ട് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മുടെ ഇഡ്ഡലി, ദോശയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു വറുത്തരച്ച സാമ്പാറാണ് നല്ലതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് ആക്കാമെന്ന് വിചാരിച്ചു. കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങോട്ട് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചവടക്ക് ഇടുമ്പോൾ എനിക്ക് തോന്നും അതൊരു എന്താ പറയുക, വഴുവഴുപ്പ് പോലെ തോന്നാറുണ്ട് കേട്ടോ. വറുത്തരയ്ക്കാനുള്ള നാളികേരത്തെ ചിരകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വെണ്ടയ്ക്ക നല്ലോണം മൂത്തപ്പം മാറ്റി വെച്ചു. ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കട്ടക്കായില്ല ഒരു കുഞ്ഞ് കഷ്ണം അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്ത് മാറ്റിയതിൻ്റെ ശേഷം അതിനകത്തേക്ക് ഇത്തിരി ഉലുവ കൂടരുത്, അപ്പോൾ പിന്നെ കഴിച്ചു പോകും. ഇത്തിരി ഉലുവമണി ഇട്ട് പൊട്ടിച്ചു. അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ നാളികേരം, 2 ചെറുള്ളി, 2 വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ സാമ്പാർ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റേജാണോ എടുക്കുന്നത് വെച്ചാൽ ഞാൻ നല്ലോണം ബ്രൗൺ കളർ ആക്കി എടുക്കും. ആ സമയത്താണ് ചിലപ്പോൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കടുക് വറുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സാമ്പാർ പൊടി അകത്തിട്ടിട്ട് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റും, ഇല്ലെങ്കിൽ പിന്നെ അതിരുന്ന് കരിയും, ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലേ, ഈ ലീവുള്ള ദിവസങ്ങളാണ് ഇങ്ങനെ നമുക്ക് ആർഭാടമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ആർഭാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി, സാമ്പാർ, ചട്നി അങ്ങനെയൊക്കെ. സ്കൂളിലെ ദിവസമാണെങ്കിൽ സാമ്പാർ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഉപ്പേരി എന്തെങ്കിലും ആക്കി കൊടുത്താൽ അതല്ലേ എളുപ്പം എന്ന് വെച്ചിട്ടാണ്. മാവൊക്കെ നല്ലോണം നിറഞ്ഞ് തൂവി വന്നിട്ടുണ്ട്. തണുപ്പാണെങ്കിലും മാവൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിനുള്ളത് എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ബാക്കിയുള്ളത് അടച്ചു വയ്ക്കും. എല്ലാത്തിലൂടെ ഉപ്പിടാറില്ല, മാവ് പൊട്ടയെ പോകും കേട്ടോ. അതുകൊണ്ട് ആവശ്യമുള്ളത് എടുത്തു. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടില്ലേ,
അതിനകത്ത് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഇഡ്ഡലി മാവ് അതിനകത്തേക്ക് കോരി കോരി ഒഴിച്ചു കൊടുത്തു. ഇഡ്ഡലി കുക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലാസ്റ്റിലെ 2 തട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലാകെ വെള്ളം കയറി നാശമാവും. അവിടെ ലാസ്റ്റിൽ 2 തട്ടിൽ ഞാൻ നിറയ്ക്കാറില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4 വെച്ചിട്ട് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ആയിക്കോളും. എക്സ്ട്രാ ഒരു തട്ടും കൂടെ ഞാൻ ആക്കും. 10:30 ഒരു ചിലപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും പിള്ളേർക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടനേരത്ത് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ ഉച്ച അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് വേറൊരു റെസിപ്പി പോലെ സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു തട്ടുള്ളതാക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സാമ്പാർ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. കഷ്ണം വെന്തിട്ടുണ്ട്, അപ്പോൾ അത് ഓഫ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇഡ്ഡലി കുക്കർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആവണ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി അങ്ങോട്ട് ആയിക്കോളും. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ട. ഇത്തിരി നേരം വൈകുമല്ലോ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ അതൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാളികേരമൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്, ചൂടൊക്കെ മാറി. ഇതിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്തില്ലേ ചിലപ്പോഴൊക്കെ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ വേണ്ടി പറ്റാറുണ്ട്. ചെറിയ ജാറിലാണെങ്കിൽ, വലിയ ജാറിൽ അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അരയ്ക്കുക. അത് നല്ലോണം മഷി പോലെ അരച്ചെടുത്ത് അതിങ്ങോട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് സാമ്പാർ കഷ്ണമൊക്കെ റെഡിയായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളക്കട്ടെ. ആ പുളിവെള്ളം ഒന്ന് വെട്ടി തിളച്ച് വരണ സമയത്താണ് പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെട്ടി തിളച്ച് ആ പുളി ഒന്ന് വെന്ത് വരണ സമയത്ത് പിന്നെ ബാക്കി നമുക്ക് അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയായി കൊടുക്കുക. അരപ്പും പുളിയും കൂടെ ഒരുമിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കടംകുട്ടി ചമ്മന്തിക്കുള്ള സംഭവമാണ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് സവാള ചമ്മന്തി ഇല്ലേ, ഉള്ളി ചമ്മന്തി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനത് ആക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയം കൊണ്ട് അവൻ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുളിവെള്ളം തിളച്ചപ്പോൾ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളമൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരപ്പും കൂടെ തിളച്ച് വേവേണ്ട ഒരു പാടുള്ളൂ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല, അപ്പോൾ ഇത്രയും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് മസ്റ്റാണ്, അതുകൊണ്ട് അതും കൂടെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നല്ല ചെളുമ്പ് വെണ്ടയ്ക്കാണ്, വേഗം വെന്തോളും. പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയും കൂടെ അല്ലേ, വേവാത്ത പ്രശ്നമൊന്നും വരില്ല. പിന്നെ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടുന്ന അതൊക്കെ മാറ്റി വെച്ചു. ഇനി അതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്നും ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടിക്കോളും. അങ്ങനെ ഇഡ്ഡലി കിട്ടാത്ത പ്രശ്നം, അതിൽ ഒട്ടിയിരിക്കുന്ന പ്രശ്നമൊന്നും വരാറൊന്നുമില്ല. അപ്പോൾ അതാ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്ത്, നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു. അടുത്തൊരു ട്രിപ്പും കൂടെ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് നമുക്ക് വേഗം നമ്മുടെ സാമ്പാർ വറുത്തിടാം. അങ്ങനെ സാമ്പാർ വറുത്തിടൽ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ മുന്നേ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് പഴയ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, ഒരു ഫ്രോക്ക് നൈറ്റി പോലെ ആയിരുന്നു ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 കൊല്ലം മുന്നത്തെ ഒരു വിഷുവിന് എനിക്കും പൂജിറ്റിക്കും കൂടെ ഒരുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു, താഴെ ഫ്രില്ലൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്കത് 2 കൊല്ലം അങ്ങനെ ഇട്ട് ബോറടിച്ചപ്പോൾ ഞാനതൊക്കെ കൂടെ സ്റ്റിച്ചൊക്കെ പൊട്ടിച്ച് ഒരു സാധാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലും ഞാൻ അതിൻ്റെ കുഞ്ഞൊരു ഷോർട്സ് പോലെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിൽ ടോപ്പ് തുന്നിയിട്ട് കഴിഞ്ഞാൽ നല്ല സുഖം. നമുക്ക് ഇടാൻ വേണ്ടിയിട്ടും കുറച്ച് ഒതുങ്ങി നിൽക്കണ പോലെ, നമ്മുടെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെയൊക്കെ തോന്നും. നമുക്ക് ഇഷ്ടം എങ്ങനെ പറയണേ, ഈ ടോപ്പ് ആർക്കെങ്കിലും മുന്നത്തെ ഒരു ടോപ്പ് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുണ്ടാവും, ഞാൻ മിക്കതും ഇടാറുണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഇന്നലെയൊക്കെ ബോറടിക്ക് ഇച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഓരോ പരിപാടികളാണത്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി വറുത്തിട്ട് കഴിഞ്ഞു. അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇരിക്കുന്ന പാത്രം കയ്യോടെ ഇന്ന് പിന്നെ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് പാത്രങ്ങൾ പിന്നെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ 2-3 പാത്രങ്ങളാണെങ്കിലും വേഗം കയ്യോടെ കഴുകി വയ്ക്കുന്നത്. ലാസ്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മുടെ ചായ കുടി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഇരിക്കാൻ നോക്കുമ്പോൾ ഇതൊരു മല പോലെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ അഥവാ ചിലപ്പോൾ ഇനി ചായ കുടി കഴിഞ്ഞിട്ട് പൂജുട്ടിയാണ് കഴുകണമെങ്കിൽ അവൾക്ക് ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഇങ്ങനെ ഒരുപാട് എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുന്നത് എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും അത് ഞാൻ കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാറുണ്ട്. ഈ ഒരു സമയം കൊണ്ട് അപ്പുറത്ത് ആ ഇഡ്ഡലിയും കൂടെ ആവും. ഇനിയിപ്പോൾ അഥവാ തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ട് കണ്ണൻകുട്ടി ആ സമയത്ത് പോയി കുളിക്കാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ശനി ഞായറല്ലേ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ രാവിലെ വെപ്രാളം പിടിച്ച് കഴിച്ചിട്ട് ഓടല്ലേ ചെയ്യാം. വാഴയിലയിൽ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ 2 വാഴയിലയും കൂടെ ഇതാ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വേഗം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴയൊക്കെ പെയ്യണോട് ഇവിടെ നല്ലോണം പൊന്ത കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, പുല്ലും ചെടികളൊക്കെ മുളച്ചിട്ട് പേടിയാവും ചിലപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. ചമ്മന്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് റെസിപ്പി പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സവാളയും നമ്മുടെ സവാള, മുളക് പൊടി, ഉപ്പ് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ സൂപ്പർ നല്ല ടേസ്റ്റ്. അവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഡ്ഡലിയുടെ കൂടി ദോശയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എല്ലാം നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത്. ഇനി ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാം. ഇന്നിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതുണ്ട്. പെട്ടെന്ന് ഇന്ന് വൈകിട്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ട്
ഞാൻ വിചാരിച്ച എന്തൊക്കെയുള്ള ഒരു വീഡിയോസ് ഒന്നും എനിക്കിന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കുഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഒഴിവാക്കണ്ടല്ലോ, 10 രൂപ കിട്ടുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വൈകുന്നേരത്തിൻ്റെ മുന്നേ അത് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചായ സമാധാനത്തിലിരുന്ന് കുടിക്കാം. കണ്ണൻകുട്ടി ഇതാ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പൂജട്ടി അവളുടെ കുളി ഇപ്പോൾ കുളിക്കണില്ല, അലക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത്തിരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ രണ്ടാളുടെയും കുളി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചായയൊക്കെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറും ചമ്മന്തി. ഈ ഒരു സാമ്പാറും ചമ്മന്തിയില്ലേ നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഈ ചട്നിയിലേക്ക് ഈ ചമ്മന്തി കൂട്ടിനെക്കാട്ടിലും ഇത്രയും കൂടെ ടേസ്റ്റ് തോന്നുക സാമ്പാറിലേക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് വഴറ്റേ ഒന്നും വേണ്ട, സവാള അരിയുക, മുളക് പൊടി ഇടുക, ഉപ്പിടുക, ഒരൊറ്റ അടി അടിക്കുക മിക്സിയിൽ, എന്നിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. എത്രയേ ഉള്ളൂ കേട്ടോ. ചായ കൂടി കഴിഞ്ഞു കേട്ടോ. ചായ കൂടി കഴിഞ്ഞു. പൂജട്ടി പാത്രമൊക്കെ പൂജട്ടി കഴുകി വെച്ചു. പൂജട്ടി കഴുകി വെച്ചു. എനിക്കിനി കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിനി അതിനിരിക്കട്ടെ. പൂജട്ടി അവിടെ തിരുമ്പി കുളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ തിരുമ്പി കുളി കഴിയുമ്പോഴേക്കും എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. പെട്ടെന്ന് ഇപ്പം ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഇരുന്നാലാണ് അത് തീരുള്ളൂ. സ്റ്റിച്ച് ചെയ്യാതിരിക്കാനാണെങ്കിൽ മടിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ വേഗം തീരും, പക്ഷേ ഇരിക്കാൻ കുറച്ച് മടിയുണ്ട് കേട്ടോ. എൻ്റെ ഇനിയിപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട്, അച്ചാറുണ്ട്. നമുക്ക് മാങ്ങച്ചാറും നാരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കൈ കടയുന്നു. അപ്പോൾ അച്ചാറും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം എടുക്കാം. ഇപ്പോൾ ഒന്ന് ഷോർട്സിലേക്ക് ആവുകയും ചെയ്തു. അല്ലാതെ തന്നെ 2-3 ഷോർട്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞിട്ട് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കണം. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് കുക്കറിലിട്ട് അത് വേഗമാവും. മുട്ട എന്തെങ്കിലും ഓംലേറ്റ് അടിക്കുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ അച്ചാറും ഇരിക്കേണ്ട, അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഇന്നത്തെ ദിവസമാണ് പോട്ടെ. നാളെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലും കാര്യമൊക്കെ സൺഡേ ഇട്ടാക്കാം. ഇന്നിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും വേറെ കാര്യത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് വേഗം തീർത്ത് കൊടുക്കാനുള്ള. അപ്പോൾ ഞാനത് വേഗം തീർത്ത് കൊടുത്തിട്ട് നമുക്കിനി അടുത്ത വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഫുഡ് കഴിക്കണതും ക്ലീൻ ചെയ്യണതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് നമ്മൾ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കാണിക്കാം. ഇപ്പം ഞാൻ പോയിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ മടിയാവും. അവളുടെ അടുത്ത ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഓരോന്ന് ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്ന്. ഞാൻ വേഗം ഞാൻ അതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്, മിഷീൻ്റെ മേലെ കയറി ഇരുന്നിട്ടുണ്ട്. ഈ ഒരു മിഷീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം, അവിടെ ഇവിടെയൊക്കെ പൊട്ടി ഞാൻ സെല്ലോ ടൈപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു മിഷീൻ മേടിക്കണം കേട്ടോ. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് തോന്നാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിനോ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ്. റെഡിമെയ്ഡ് ചുരിദാറുകൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു സാരി ബ്ലൗസും കൂടെയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് ഉച്ച മുതൽ ഇപ്പോൾ ഇരുന്നാലാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തീരുള്ളൂ. ടപ്പട്ടപ്പേ തന്നെ നമുക്ക് പരിപാടി തീർക്കണം. അപ്പോൾ സാമ്പാർ ഓൾറെഡി ഇരിക്കുന്നുണ്ടല്ലോ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട്. ഇനി കുക്കറിൽ ചോറിട്ടാൽ മതി, ഓംലേറ്റ് അടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ അത്ര വലിയ ഭാരിച്ച പരിപാടികൾ ഉച്ചയാകുമ്പോൾ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ. നമുക്ക് ലൈവ് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ സമയത്ത് 1 മണിക്കൂർ അങ്ങനെയും പോകും. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് കൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ 5K ആയിട്ടുണ്ട് ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരോടും കൂടെ നിന്ന് സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.